BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. കൊച്ചി മെട്രോയുടെ ഫീഡർ ഓട്ടോറിക്ഷകളിൽ യാത്രക്കാർക്ക് ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡുകൾ വഴിയും മറ്റ് UPI ആപ്പുകൾ വഴിയും പണമടയ്ക്കാൻ സൗകര്യമൊരുക്കി KMRL. കൊച്ചി വൺ കാർഡ് ഉപയോഗിച്ചും നൽകാം. ഇതിനായി ഓട്ടോറിക്ഷകളിൽ POS മെഷീനുകൾ സജ്ജീകരിച്ചു. സംസ്ഥാനത്ത് ആദ്യമായാണ് ഓട്ടോറിക്ഷകളിൽ POS മെഷീനുകൾ സജ്ജീകരിക്കുന്നത്. പദ്ധതിയുടെ ഉദ്ഘാടനം ഇന്നലെ വൈകുന്നേരം 3-ന് പത്തടിപ്പാലം PWD ഗസ്റ്റ് ഹൌസിൽ വെച്ച് KMRL MD ലോക്നാഥ് ബെഹ്റ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് സേവനം ലഭ്യമാകും. യാത്രയുടെ വിശദാംശങ്ങളും നിരക്ക് വിവരങ്ങളും അടങ്ങിയ ഡിജിറ്റൽ രസീതുകളും ഇതോടൊപ്പം ഉപഭോക്താക്കൾക്ക് ലഭിക്കും. എറണാകുളം ജില്ലാ ഓട്ടോ ഡ്രൈവേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി, വണ്ടില സ്മാർട്ട് മൊബിലിറ്റി എന്നിവരുടെ സഹകരണത്തോടെയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ഗൾഫിലേക്ക് പോകുന്നവ ഉൾപ്പെടെയുള്ള എയർ ഇന്ത്യ സർവീസുകൾ ഇന്നലെയും റദ്ദാക്കി. നെടുമ്പാശ്ശേരി, കരിപ്പൂർ, കണ്ണൂർ വിമാനത്താവളങ്ങളിൽ നിന്നുള്ള സർവീസുകളാണ് റദ്ദാക്കിയത്. നെടുമ്പാശ്ശേരിയിൽ നിന്ന് 8:35-ന് ദമാമിലേക്കും 9:30-ന് ബഹ്റൈനിലേക്കുമുള്ള വിമാനങ്ങളും കണ്ണൂരിൽ നിന്നുള്ള 2 എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങളും റദ്ദാക്കി. മസ്കറ്റ്, റിയാദ് വിമാനങ്ങളാണ് റദ്ദാക്കിയത്. 1:20-ന് പുറപ്പെടേണ്ട ജിദ്ദ വിമാനം വൈകുമെന്നും അധികൃതർ അറിയിച്ചിരുന്നു. കരിപ്പൂരിൽ നിന്ന് 8:25-ന് പുറപ്പെടേണ്ട ദുബായ് വിമാനമാണ് റദ്ദാക്കിയത്. കൊച്ചിയിൽ നിന്നുള്ള 6 വിമാന സർവീസുകളാണ് മുടങ്ങിയത്. ബംഗളൂരു, കൊൽക്കത്ത, ഹൈദരാബാദ് വിമാനങ്ങളാണ് റദ്ദാക്കിയത്. ഷാർജ, ബഹ്റൈൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള കൊച്ചി സർവീസുകളും മുടങ്ങി. കരിപ്പൂരിൽ നിന്നുള്ള 3 എയർ ഇന്ത്യ സർവീസുകളും റദ്ദാക്കിയിരുന്നു. റാസൽ ഖൈമ, മസ്കറ്റ്, ബംഗളൂരു വിമാനങ്ങളാണ് റദ്ദാക്കിയത്. യാത്രക്കാരെ മുൻകൂട്ടി അറിയിച്ചിരുന്നു. റദ്ദാക്കൽ 2 ദിവസം കൂടി തുടരും. അതേസമയം തിരുവനന്തപുരം, കണ്ണൂരും ഇന്നലെ സർവീസുകൾ മുടങ്ങിയില്ല. ജീവനക്കാരുടെ സമരം പിൻവലിച്ച് 2 ദിവസം കഴിഞ്ഞിട്ടും സർവീസുകൾ തുടരെ റദ്ദാക്കുന്നത് യാത്രക്കാർക്കിടയിൽ കടുത്ത അമർഷത്തിനും കാരണമായിട്ടുണ്ട്. പണിമുടക്കിയ ജീവനക്കാർ തിരിച്ചെത്തുന്ന മുറയ്ക്ക് സർവീസുകൾ ആരംഭിക്കുമെന്നും അധികൃതർ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. ജീവനക്കാർ ജോലിയിൽ മടങ്ങിയെത്തി തുടങ്ങിയെങ്കിലും ക്യാബിൻ ക്രൂവിന് ജോലി പുനരാരംഭിക്കാൻ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിക്കേണ്ടതുണ്ട്. ഇതിന്റെ നടപടികൾ വേഗത്തിലാക്കുമെന്ന് അധികൃതർ അറിയിച്ചു. കേന്ദ്ര സർക്കാരിന്റെ ശക്തമായ ഇടപെടലിനെ തുടർന്ന് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാരുടെ സമരം ഒത്തുതീർപ്പിലെത്തിയത്. ഡൽഹിയിൽ ചീഫ് ലേബർ കമ്മീഷണറുടെ സാന്നിധ്യത്തിൽ ജീവനക്കാരുടെ സംഘടനയും എയർ ഇന്ത്യ പ്രതിനിധികളും നടത്തിയ ചർച്ചയിലാണ് തീരുമാനമുണ്ടായത്. ധാരണ പ്രകാരം 30 ജീവനക്കാരെ പിരിച്ചുവിട്ടതും റദ്ദാക്കിയിരുന്നു. ബസ്സിൽ മോഷണം നടത്തിയ തമിഴ്നാട് സ്വദേശികൾ പിടിയിൽ. തമിഴ്നാട് ശിവഗംഗ, വിശ്രയൽ ദേവി എന്നിവരെയാണ് ആലുവ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇന്നലെ വൈകിട്ട് NAD വഴി പോകുന്ന ആലുവ എറണാകുളം റൂട്ടിലെ സ്വകാര്യ ബസ്സിലായിരുന്നു സംഭവം. പരാതിക്കാരിയായ സ്ത്രീയുടെ ബാഗിൽ സൂക്ഷിച്ചിരുന്ന 8,000 രൂപ ഇവർ മോഷ്ടിക്കുകയായിരുന്നു. വിവിധ ജില്ലകളിൽ സമാനമായ 5 കേസുകളിൽ പ്രതികളാണ് ഇവർ. കോവിഡാനന്തര കാലഘട്ടത്തിൽ ജീവിതശൈലി രോഗങ്ങളുള്ളവർക്ക് സന്തുലിതമായ ആരോഗ്യ പരിപാലനത്തിന് ആലുവയ്ക്കടുത്ത് തോട്ടക്കാട്ടുകര ജംഗ്ഷനിൽ ഹീൽ ലൈഫ് തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഫിസിയോതെറാപ്പി, സൈക്കോളജി, ആയുർവേദ ചികിത്സകൾക്കായി 8089011772 ബന്ധപ്പെടാവുന്നതാണ്. തലയണക്കടയുടെ മറവിൽ ലഹരി മരുന്ന് വിൽപ്പന നടത്തിയ ഇതര സംസ്ഥാനക്കാരൻ പിടിയിൽ. അസം നൌഗാവ് സിംഗമാരി സ്വദേശി അസ്ഫർ മെഹബൂബിനെയാണ് പെരുമ്പാവൂർ ASPയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയത്. ഇയാൾ ജ്യോതി ജംഗ്ഷനിൽ നടത്തുന്ന തലയണക്കടയുടെ മറവിൽ ഹെറോയിൻ വിൽപ്പന നടത്തിവരുന്നുണ്ടെന്ന രഹസ്യവിവരത്തെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് 93 കുപ്പി ഹെറോയിൻ പിടികൂടിയത്. അസമിൽ നിന്ന് ഇയാൾ ലഹരി മരുന്ന് എത്തിച്ച് കുപ്പികളിലാക്കി വിൽപ്പന നടത്തിവരികയായിരുന്നു. കഴിഞ്ഞ ദിവസം 16 കിലോ കഞ്ചാവുമായി ഒരു ഒഡീഷ സ്വദേശി അന്വേഷണ സംഘം പിടികൂടിയിരുന്നു. ASP മോഹിത് റാവത്തിന്റെ നേതൃത്വത്തിൽ ഇൻസ്പെക്ടർ MK രാജേഷ്, സബ് ഇൻസ്പെക്ടർമാരായ V വിദ്യ, റെജിമോൻ, ASI PA അബ്ദുൽ മനാഫ്, സീനിയർ CPOമാരായ TN മനോജ് കുമാർ, TA അഫ്സൽ, AT ജീൻസ്, CPOമാരായ K അഭിലാഷ്, ബെന്നി ഐസക് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. വല്ലാർപാടം കണ്ടെയ്നർ റോഡിൽ പുതിയ റോഡ് ജംഗ്ഷനിൽ സിഗ്നൽ പ്രവർത്തിക്കാതായിട്ട് ദിവസങ്ങളായി. നിത്യേനയെന്നോണം അപകടങ്ങൾ ഉണ്ടാകുന്നു. ട്രാഫിക് പോലീസിലും ഏലൂർ പോലീസ് സ്റ്റേഷനിലും അറിയിച്ചുവെങ്കിലും സിഗ്നൽ സംവിധാനത്തിന്റെ തകരാർ പരിഹരിക്കുന്നില്ലെന്ന് നാട്ടുകാർ പരാതിപ്പെട്ടു. സിഗ്നൽ പ്രവർത്തിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുതിയ റോഡ് കവലയിൽ പ്രതിഷേധിച്ചു. മണ്ഡലം പ്രസിഡന്റ് K അബ്ദുൾ റസാഖ് ഉദ്ഘാടനം ചെയ്തു. ബൂത്ത് മണ്ഡലം ഭാരവാഹികളും കൗൺസിലർമാരും പങ്കെടുത്തു. വ്യാജ ആധാർ കാർഡ് നിർമ്മിച്ച് ബംഗ്ലാദേശ്, മ്യാൻമാർ, ശ്രീലങ്ക സ്വദേശികളെ കേരളത്തിലേക്ക് കടത്തിക്കൊണ്ടുവന്ന സംഭവത്തിൽ അതിഥി തൊഴിലാളികളെ എത്തിക്കുന്ന ലേബർ ഏജന്റിനെ കേന്ദ്ര ഏജൻസികൾ ചോദ്യം ചെയ്തു. എവിടെയെല്ലാമാണ് അതിഥി തൊഴിലാളികളെ എത്തിച്ചെന്ന വിവരങ്ങൾ ബംഗാൾ സ്വദേശിയായ ലേബർ ഏജന്റ് നൽകി.
പെരുമ്പാവൂർ ഭായ് മാർക്കറ്റ് കേന്ദ്രീകരിച്ച് വ്യാജ ആധാർ കാർഡുകൾ നിർമ്മിക്കുന്നുവെന്ന രഹസ്യവിവരത്തെ തുടർന്ന് കേരള പോലീസിന്റെ രഹസ്യാന്വേഷണ വിഭാഗവും അന്വേഷണം ഊർജിതമാക്കി. ഭായ് മാർക്കറ്റിലെ കടകൾ പലതും 2 ദിവസമായി തുറന്നിട്ടില്ല. മുംബൈ പോലീസ് കഴിഞ്ഞ ജനുവരിയിൽ ഗോവണ്ടിയിലെ ആധാർ സെന്ററിൽ റെയ്ഡ് ചെയ്ത് വ്യാജ ആധാർ കാർഡ് നിർമ്മിച്ചതിന് 3 പേരെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇവരുടെ മൊഴികളും കേന്ദ്ര ഏജൻസികൾ പരിശോധിക്കുന്നുണ്ട്. ബംഗ്ലാദേശ്, മ്യാൻമാർ, ശ്രീലങ്ക എന്നിവിടങ്ങളിൽ നിന്നുള്ള 1 ലക്ഷത്തിലധികം പേർ വ്യാജ ആധാർ കാർഡുമായി കേരളത്തിൽ തങ്ങുന്നുവെന്ന രഹസ്യാന്വേഷണ റിപ്പോർട്ടിനെ തുടർന്നാണ് അന്വേഷണം ഊർജിതമാക്കിയത്. മനുഷ്യക്കടത്ത് റാക്കറ്റിനെയും ലേബർ ഏജന്റുമാരെയും കേന്ദ്രീകരിച്ചാണ് ഇപ്പോഴത്തെ അന്വേഷണം. നർത്തകി മേതിൽ ദേവികയുടെ ദ ക്രോസ് ഓവർ ഡാൻസ് ഡോക്യുമെന്ററിക്കെതിരെ മോഷണക്കുറ്റം ആരോപിച്ച അധ്യാപികയ്ക്കെതിരെ ദേവികയുടെ ഹർജിയിൽ മജിസ്ട്രേറ്റ് കോടതി കേസെടുത്തു. ദേവികയുടെ ഡാൻസ് ഡോക്യുമെന്ററി താൻ രൂപം നൽകിയ നൃത്തരൂപത്തിന്റെ ആശയം മോഷ്ടിച്ചതാണെന്ന് അധ്യാപികയായ സിൽവി മാക്സിമേൻ ആരോപിച്ചിരുന്നു. ഇതിനെതിരെയാണ് ദേവിക അപകീർത്തി കേസ് ഫയൽ ചെയ്തത്. എതിർകക്ഷിക്ക് കോടതി സമൻസ് അയച്ചു. വൻ മാലിന്യക്കൂമ്പാരം കത്തിയമർന്ന് ജനവാസ മേഖലയിൽ പകൽ മുഴുവൻ വ്യാപിച്ച പുകപടലം നാട്ടുകാർക്ക് ദുരിതമായി. വാഴക്കാല മൂലേപ്പാടം MK ലൈനിന് സമീപത്തെ ഒഴിഞ്ഞ ചതുപ്പ് പ്രദേശത്ത് തള്ളിയിരുന്ന മാലിന്യക്കൂമ്പാരത്തിനാണ് ഇന്നലെ രാവിലെ 11-ന് തീപിടിച്ചത്. പെട്ടെന്ന് വ്യാപിച്ച തീ പ്രദേശത്തെ തെങ്ങുകളിലേക്കും കുറ്റിക്കാടിലേക്കും പടർന്നു. 2 തെങ്ങുകൾ കത്തി നശിച്ചു. അഗ്നിരക്ഷാസേനയെത്തി ഏറെ നേരം പ്രയത്നിച്ചാണ് തീ അണച്ചത്. അതിനുശേഷം മണിക്കൂറുകളോളം പ്രദേശമാകെ പുകപടലത്തിനുള്ളിലായി. ആളൊഴിഞ്ഞ ചതുപ്പിൽ രാത്രി സമയത്ത് വാഹനങ്ങളിൽ കൊണ്ടുവന്ന മാലിന്യം തള്ളുന്നത്. ഹോട്ടലുകൾ, മാർക്കറ്റുകൾ, വാണിജ്യ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നെല്ലാം ഇവിടെ മാലിന്യം തള്ളുന്നുണ്ട്. മാലിന്യം തള്ളൽ കൂടുമ്പോൾ നാട്ടുകാർ നിരീക്ഷണം ഏർപ്പെടുത്താറുണ്ട്. ഈ സമയങ്ങളിൽ ആരും മാലിന്യം തള്ളാൻ എത്താറില്ല. നിരീക്ഷണം കുറയുന്നതോടെ വീണ്ടും മാലിന്യം തള്ളൽ പുനരാരംഭിക്കും. കൊച്ചി നഗരസഭയുടെ സാംസ്കാരിക സംരംഭമായ ആർട്ട് സ്പേസ് കൊച്ചിയുടെ ഭാഗമായി നടക്കുന്ന അനോമി അനിമ കലാപ്രദർശനം ഇന്നലെ മുതൽ 27-ാം തീയതി വരെ മഹാകവി ജി മെമ്മോറിയൽ കൾച്ചറൽ സെന്ററിൽ നടക്കും. ഇന്നലെ വൈകിട്ട് 5-ന് മേയർ M. അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. കലാപ്രദർശനത്തിൽ PV നന്ദൻ, VJ റോബോട്ട്, TK അനിത, BS അനു, സത്യഭാമ, KK സതീഷ്, ജഗേഷ് എടക്കാട്, MC ധന്യ, അഖിൽ മോഹൻ, KS പ്രകാശൻ, VC ശ്രീജിത്ത്, PA സജീഷ്, സനുൽകുട്ടൻ, സുനീഷ് ചുവന്നൂർ, വിപിൻ K. നായർ, CM പ്രസാദ്, സജിത് പുതുക്കലവട്ടം എന്നിവരുടെ ചിത്രങ്ങളാണ് ഉള്ളത്. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. അങ്കമാലി പ്രദേശത്തെ കലാവിദ്യാർത്ഥികൾക്ക് സുവർണ അവസരം. ലോക പ്രശസ്ത കലാവിദ്യാലയമായ കൊച്ചിൻ കലാഭവന്റെ അങ്കമാലി ഫ്രാഞ്ചൈസി കരയാമ്പറമ്പിനടുത്ത് എളവൂർ കവലയിലുള്ള സ്പ്രിംഗ്ഫീൽഡ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, കർണാട്ടിക് മ്യൂസിക്, സൂംബ ഡാൻസ് എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസുകൾ നയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9995208614. BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി. മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്, പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര, നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി.